ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. നവരാത്രി കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ ദേവിയെ പൂജിച്ച് ദേവി കടാക്ഷം ലഭിക്കുവാനായിട്ട് നവരാത്രി വ്രതം അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 3 ദിവസം നല്ല രീതിയിൽ ദേവിയെ പ്രാർത്ഥിച്ച് നവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ ദേവി കടാക്ഷം ഉറപ്പായിട്ടും ലഭിക്കും. ഒരു വർഷത്തെ ദേവി ഉപാസനയ്ക്ക് വളരെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം കിട്ടും. ഒരു വർഷത്തെ ഫലം കിട്ടുന്ന 3 ദിവസത്തെ പൂജ എന്ന് പറയുന്നത് അത്രയ്ക്ക് മച്ചാട്ടാണ്. അപ്പോൾ ദേവി പൂജയ്ക്ക് ഏറ്റവും പ്രധാനമുള്ള ഈ സമയത്ത് നമ്മൾ ഭക്തിയോടെ ദേവിയെ പൂജിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും ദേവി നമുക്ക് സാധിച്ചു തരുന്ന ഒരു സമയം കൂടിയാണ്. അതായത് ഏകദേശം നമ്മുടെ ഒരു വർഷം മുഴുവനും ദേവി പൂജ ചെയ്ത ഒരു ഫലം നമുക്ക് നേടിത്തരുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിദ്യാവിജയവും സന്താന ലാഭവും മംഗലഭാഗ്യവും ശത്രുനാശവും ദാരിദ്ര്യമുക്തിയും ഒക്കെ നമുക്ക് ഈ ഒരു 3 ദിവസത്തെ പൂജ കൊണ്ടും അല്ലെങ്കിൽ ആ ഒരു വ്രതം കൊണ്ടും നമുക്ക് കൈവരുന്നതായിരിക്കും. അതായത് സെപ്റ്റംബർ 30, ഒക്ടോബർ 1, 2 തീയതികളിലാണ് ഏറ്റവും പ്രാധാന്യമുള്ള ദേവിക്ക്. 29 മുതലാണ് ഇത് തുടങ്ങേണ്ടത്. എങ്കിലും ഈ 30, 1, 2 എന്ന തീയതികളിൽ നമ്മൾ ഈ ഒരു വ്രതം അച്ചട്ടായിട്ട് നോക്കുകയാണെങ്കിൽ ദേവി പൂജയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഈ ദിവസത്ത്, ഈ ഒരു സമയത്ത് ഭക്തിയോടെ ദേവിയെ പൂജിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. അതുപോലെ തന്നെ അതിന് വ്രതനിഷ്ഠ എന്ന് പറയുന്നത് നമ്മൾ രാവിലെയും വൈകിട്ടും കുളിച്ച് ദേവീ ക്ഷേത്ര ദർശനവും ഒക്കെ പരമാവധി നടത്തി പ്രാർത്ഥനയും ഒക്കെ നടത്തുക. അതുപോലെ തന്നെ മത്സ്യമാംസാദി ഭക്ഷണം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഉച്ചയ്ക്ക് മാത്രം അരിയാഹാരവും രാവിലെയും വൈകിട്ടും ലഘുവായിട്ടുള്ള ഭക്ഷണ രീതിയും സ്വീകരിക്കുക. അതുപോലെ തന്നെ എല്ലാ വ്രതത്തിനും അടിസ്ഥാനമായ ബ്രഹ്മചര്യം പാലിക്കുക. നിർബന്ധമായിട്ടും അത് പാലിച്ചിരിക്കണം. ഈ ഒരു വ്രതത്തിൻ്റെ ഏറ്റവും വളരെ പ്രധാനമുള്ളൊരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നമ്മൾ ഈ 3 ദിവസം ദേവി ഭാഗവതവും ദേവി മഹാത്മ്യവും സൗന്ദര്യ ലഹരിയും ലക്ഷ്മി, കാളി, പാർവതി, ദുർഗാദേവിയും സരസ്വതി ദേവിയൊക്കെ കുറിച്ചുള്ള സ്തുതികളും അഷ്ടോത്തരവും അഷ്ടകവും കനകധാര സ്തോത്രവും ത്രിശതിയും ലളിത സഹസ്രനാമവും ഒക്കെ ചൊല്ലുകയാണെങ്കിൽ കഴിയുന്നത്ര എത്ര തവണ ആണോ സാധിക്കുക അത്രയും തവണ ഇത് പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. സർവ്വ ഐശ്വര്യവും നമുക്ക് ഒരു വർഷം ദേവിയെ നമ്മളെ പ്രാർത്ഥിച്ച് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഫലം വെറും 3 ദിവസം കൊണ്ട് നമുക്ക് കൈവരുന്നതായിരിക്കും. ഞാനീ പറഞ്ഞത് വെറുതെയല്ല, അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 ദിവസം ദേവിയെ നമ്മൾ മനസ്സറിഞ്ഞ് ഞാനീ പറഞ്ഞ വ്രതനിഷ്ഠകളൊക്കെ നോക്കി നമ്മൾ പൂജിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ദേവി നമുക്ക് കടാക്ഷം നൽകും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു വ്രതം എടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഏവർക്കും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.